ഹായ്, ഞാൻ ഇന്നിവിടെ ഒരു പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ്. പഴം നിറച്ച ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് 2-3 പേര് എന്നോട് ചോദിച്ചിരുന്നു, ചേച്ചി ഈ പഴംപൊരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അത് നമ്മൾ വാങ്ങിക്കുന്നത് പോലെ ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നില്ല എന്നൊന്ന് ചോദിച്ചിരുന്നു. ആ പഴത്തിന് മുകളിലുള്ള മാവ് അത്രയ്ക്ക് അങ്ങോട്ട് പൊങ്ങി വരുന്നില്ല, അതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് അവർക്ക് വേണ്ടി ആണ് ഈ പഴംപൊരി ഉണ്ടാക്കുന്നത്. ഇനി ഇതിനെന്തൊക്കെയാണ് ആവശ്യമെന്ന് നമുക്ക് നോക്കാം. നേന്ത്രപ്പഴം 2, മൈദ 100 ഗ്രാം, പഞ്ചസാര 1 ടേബിൾ സ്പൂൺ, സോഡാപ്പൊടി 1/4 ടീസ്പൂൺ, വെള്ളം ആവശ്യത്തിന്, മുട്ട 1, ഉപ്പ് 1/2 ടീസ്പൂൺ, എണ്ണ പഴം പൊരിച്ചെടുക്കാൻ ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം ഈ പാത്രത്തിലേക്ക് മൈദ ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ സോഡാപ്പൊടി, ഉപ്പ്, പഞ്ചസാര ഇത് 3 ചേർത്തിട്ട് ഞാൻ അതിൻ്റെ കൂടെ ഒരല്പം ഫുഡ് കളർ കൂടി ചേർക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചേർത്തിരുന്നത് പോലെ തന്നെ ഈ പ്രാവശ്യം ഒരല്പം ഫുഡ് കളർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ട കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് കലക്കിയെടുക്കണം. വെള്ളം കൂടി പോകരുത് കേട്ടോ. മുട്ട വേണ്ടാന്നുള്ളവർ മുട്ട ചേർക്കേണ്ട ആവശ്യമില്ല. മുട്ടയുടെ മണം ഇഷ്ടമില്ലാത്തവർക്ക് പക്ഷെ മുട്ട ചേർക്കാം എന്നുള്ളവർക്ക് ഒരല്പം വനില എസൻസ് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഇത് വറുത്തെടുക്കുമ്പോൾ മുട്ടയുടെ ഒട്ടും മണം തോന്നുകയല്ല കേട്ടോ. ഇപ്പം ഞാൻ മാവെല്ലാം കലക്കി റെഡിയായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഴം എങ്ങനെയാണ് മുറിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഇതിങ്ങനെ നടുക്കൂടെ 2ആയിട്ട് മുറിക്കണം. 2ആയിട്ട് മുറിച്ച പഴം നേരെ 3ആയിട്ട് മുറിച്ചെടുക്കണം. നിങ്ങൾക്കിത് 2ആയിട്ട് ഇടയ്ക്ക് വെച്ച് മുറിക്കേണ്ട, നീളത്തിൽ തന്നെ മുറിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ പഴം കൂടി ഒന്ന് മുറിച്ചെടുത്തിട്ട് നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. ഇപ്പം ഞാനൊരു ചീനച്ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇപ്പം നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ഓരോ പഴമായിട്ട് മാവിൽ മുക്കിയിട്ട് എണ്ണയ്ക്കകത്തിട്ട് വറുത്ത് പോരാം. പഴം ഇട്ട് കൊടുക്കുമ്പോൾ ദൂരെ നിന്ന് മാറി പതുക്കെ വേണം ഇട്ട് കൊടുക്കാൻ. നന്നായിട്ട് ശ്രദ്ധിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ കയ്യിലൊക്കെ തെറിച്ച് വീഴും ചൂടുള്ള എണ്ണ. പഴം ഇങ്ങനെ സൈഡ് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു സൈഡ് മാത്രം മൂത്തിട്ട് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിത് കോരി മാറ്റുകയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള പഴങ്ങളെല്ലാം ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമല്ലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇത് കണ്ടില്ലേ, നന്നായിട്ട് മാവ് പൊങ്ങി വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ മാവ് കലക്കിയതിന് ശേഷം കുറച്ച് സമയം വെക്കുകയൊന്നും വേണ്ട, അപ്പം തന്നെ ഉണ്ടാക്കി തുടങ്ങാം. മാവ് കലക്കി വെച്ചതിന് ശേഷം നിങ്ങൾ പഴം മുറിക്കുക. ആ സമയവും പിന്നെ എണ്ണ ചൂടാകുന്ന സമയവും മാത്രം മതിയാവും ആ മാവ് അങ്ങനെ ഇരിക്കാൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ഐക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഓരോ പുതിയ വീഡിയോകളും നിങ്ങൾക്ക് അപ്പം തന്നെ കാണാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.